നമസ്കാരം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് ഗണപത് കാംബ്ലി അഥവാ വിനോദ് കാംബ്ലി ഏവരാലും അംഗീകരിക്കപ്പെട്ട അസാമാന്യ പ്രതിഭയുള്ള കളിക്കാരനായിരുന്നു കാംബ്ലി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരു ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനും സഹപാഠിയുമായ സച്ചിൻ തെണ്ടുൽക്കറുമൊത്ത് കാംബ്ലി 1988 ഹാരിസ് ഷീൽഡ് ഗെയിംസിൽ 664 റൺസ് എന്ന ഒരു റെക്കോർഡ് കൂട്ടുകെട്ട് ഉണ്ടാക്കുകയുണ്ടായി. സച്ചിൻ തെണ്ടുൽക്കറോളം തന്നെ പ്രതിഭയുണ്ടായിട്ടും അച്ചടക്കമില്ലാത്ത ജീവിതം കാംബ്ലിയുടെ കരിയറിൽ കരിനിഴൽ വീഴ്ത്തി. 16 വയസ്സുള്ളപ്പോൾ സച്ചിനൊപ്പം ഹാരിസ് ഷീൽഡ് ട്രോഫിയിൽ 664 റൺസ് കൂട്ടുകെട്ടുണ്ടാക്കിയ കാംബ്ലി പരാജയപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളുടെ പട്ടികയിലാണ് ജീവിതത്തിൽ ഇടം പിടിച്ചത്. ഇന്ന് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇടം നേടേണ്ട ക്രിക്കറ്റ് താരമായിരുന്നു വിനോദ് കാംബ്ലി. അന്ന് ക്രിക്കറ്റ് സമ്മാനിച്ച പ്രശസ്തിയിൽ മതിമറന്നുപോയ കാംബ്ലി മദ്യപാനത്തിന് അടിമയായി. കൂടാതെ മദ്യപിച്ച് വാഹനമോടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം വരെയുണ്ടായി. ഒടുവിൽ ഈ അച്ചടക്കമില്ലാത്ത ജീവിതം കാരണം അദ്ദേഹത്തിന് 2011 കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു. പൂനെയിലെ ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്ന നോയെല്ല ലൂയിസ് ആണ് കാംബ്ലിയുടെ ആദ്യ ഭാര്യ. കുറച്ചു കാലത്തെ പ്രണയത്തിനു ശേഷം 1998 ഇരുവരും വിവാഹിതരായി. അന്ന് 26 വയസ്സായിരുന്നു കാംബ്ലിയുടെ പ്രായം. എന്നാൽ ഈ ബന്ധം അധികകാലം മുന്നോട്ടു പോയില്ല. കരിയർ പോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലും കാംബ്ലിക്ക് മോശം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് തന്നെ പറയാം. 2 വർഷത്തിനുള്ളിൽ തന്നെ ഇരുവർക്കുമിടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാംബ്ലിയുടെ നിയന്ത്രണമില്ലാത്ത മദ്യപാനം തന്നെയായിരുന്നു അവിടെയും വില്ലൻ. മറ്റ് സ്ത്രീകളുമായി കാംബ്ലിക്ക് ബന്ധമുണ്ട് എന്നും അത് വിവാഹമോചനത്തിലേക്ക് നയിച്ചെന്നും അന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും പ്രണയിക്കുകയും 6 വർഷത്തിന്റെ പ്രണയത്തിനൊടുവിൽ ആൻഡ്രിയയെ 2006 രജിസ്റ്റർ വിവാഹം ചെയ്തു. 4 വർഷത്തിന് ശേഷം ജീസസ് എന്നു പേരുള്ള മകൻ ജനിച്ചു. 2014 മകൾ ജൊഹാനിയെയും ഇരുവരും സ്വീകരിച്ചു. അതിനിടയിൽ കുടുംബത്തെ ശ്രദ്ധിക്കാനായി ആൻഡ്രിയ തന്റെ കരിയർ ഉപേക്ഷിച്ചിരുന്നു. ആൻഡ്രിയയ്ക്ക് വേണ്ടി കാംബ്ലി ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് 2014 ബാന്ദ്ര ഹിൽ റോഡിലെ സെയിന്റ് പീറ്റേഴ്സ് ചർച്ചിൽ വെച്ച് ഇരുവരും ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം വിവാഹിതരാവുകയും ചെയ്തു. അന്ന് മകന് 4 വയസ്സായിരുന്നു പ്രായം. വിവാഹത്തിന് ശേഷം ഇരുവരും മകനെ ചുംബിക്കുന്ന ചിത്രം അന്ന് ആരാധകർക്കിടയിൽ വൻ ചർച്ചയായിരുന്നു. മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. 2009 മഹാരാഷ്ട്രയിലെ വിഗ്രോലി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കാംബ്ലി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. കൂടാതെ രവി ധവാൻ സംവിധാനം ചെയ്ത അനർദ് എന്ന ഹിന്ദി ചിത്രത്തിൽ വിനോദ് കാംബ്ലി അഭിനയിച്ചു. സുനിൽ ഷെട്ടി, സഞ്ജയ് ദത്ത, രവീണ ടണ്ടൻ എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ച മറ്റു പ്രമുഖ താരങ്ങൾ. പിന്നീട് 17 വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം കാംബ്ലിയുടെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി. ഗാർഹിക പീഡനത്തിന് ഭർത്താവിനെതിരെ ആൻഡ്രിയ പോലീസിൽ പരാതി നൽകി. 2023 ഫെബ്രുവരിയിലായിരുന്നു അത്. താനും കാംബ്ലിയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും അതിനിടയിൽ കാംബ്ലി കുക്കിംഗ് പാൻ തന്റെ നേർക്ക് വലിച്ചെറിയുന്നുവെന്നും പരാതിയിൽ ആൻഡ്രിയ പറയുന്നു. അതിനുശേഷം ഇരുവരുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം വ്യക്തമല്ല. ആൻഡ്രിയ മക്കളെയും കൂട്ടി കാംബ്ലിയുടെ വീട് വിട്ടുപോയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ കാംബ്ലി കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 1 വർഷത്തോളമായി താൻ അസുഖബാധിതനാണെന്നും മൂത്രത്തിൽ പഴുപ്പ് വന്ന് ആശുപത്രിയിലായ തന്നെ പരിചരിച്ചത് ഭാര്യയാണെന്നും അഭിമുഖത്തിൽ കാംബ്ലി പറയുന്നു. 2013 2 തവണ ഹൃദയാഘാതമുണ്ടായപ്പോൾ ഭാര്യയാണ് കൂടെ ധൈര്യം പകർന്നു നിന്നതെന്നും കാംബ്ലി പറയുന്നുണ്ട്. മകനെ ഒരു ക്രിക്കറ്റ് താരമാക്കണമെന്ന ആഗ്രഹവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കുടുംബം തന്നോടൊപ്പം നിൽക്കുന്ന കാലത്തോളം തനിക്ക് ഒന്നിനെയും പേടിക്കാനില്ലെന്നും കാംബ്ലി കൂട്ടിച്ചേർത്തു.